തൃശ്ശൂരിലെ കൈരളി ശ്രീ തിയേറ്ററുകൾ വീണ്ടും തുറക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളോടെ ഏറ്റവും മികവാർന്ന ആസ്വാദന അനുഭവം നൽകുന്ന രീതിയിലാണ് തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള 2 തിയേറ്ററുകളും 1999 ആരംഭിച്ചതാണ്. ഒരു വർഷത്തിലേറെയായി നവീകരണത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു. മന്ത്രി സജി ചെറിയാൻ പുതുക്കിയ തിയേറ്ററുകൾ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തിലേറ്റിയ 2 തിയേറ്ററുകളാണ് കൈരളി ശ്രീ തിയേറ്റർ. കുറച്ച് നാളുകളായി ഇതിൻ്റെ റിനോവേഷന് വേണ്ടി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും കൈരളി ശ്രീ തിയേറ്റർ ഇപ്പോൾ ആളുകൾക്ക് വേണ്ടി, സിനിമാ പ്രേമികൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. വളരെ ആധുനികമായ രീതിയിൽ തന്നെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ KSFDCയുടെ സൗണ്ട് വിഭാഗത്തിൻ്റെ മേധാവിയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തിൽ എന്തൊക്കെയാണ് ആളുകൾക്ക് മുന്നിലേക്ക് നമ്മൾ വയ്ക്കുന്നത്? നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത് 4K ലേസർ ടെക്നോളജിയുള്ള പ്രൊജക്ടറാണ്. ബാർക്കോ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ടർ നിർമ്മാണ കമ്പനിയാണ് ശരിക്കും അത് ചെയ്തിരിക്കുന്നത്. സൗണ്ടിലാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറയുന്ന പോലെ 36 ചാനലാണ് കൈരടിയിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. 32 ചാനലാണ് നമ്മൾ ശ്രീയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ഈ പറയുന്ന പോലെ ഡിസൈൻഡ് ആയിട്ട് നമ്മൾ എർഗണോമിക്കലി ഡിസൈൻഡ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. കാരണം ഏറ്റവും എഫക്റ്റീവ്ലി ഇരിക്കുമ്പോൾ അത്രയും സുഖം കിട്ടുന്ന രീതിയിലുള്ള നോർമൽ സീറ്റ്സ് ആണ്. എന്നാൽ പോലും അതിനെ കൃത്യം അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൃത്യം ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ സ്ക്രീനും 3D പ്ലേ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്ക്രീൻസുമാണ് ഉള്ളത്. ഒരു കംഫർട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രസൻസ് ഓഫ് മൈൻഡ് വരുന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ സിനിമ കാണുള്ളൂ. ഒരു ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ളൊരു ചെയറിൽ നിന്ന് ഒരിക്കലും നമുക്കൊരു എത്ര നല്ല സിനിമയാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഷാജി സാർ ഉള്ള സമയത്ത് മുതലേ അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ഒരു സ്പെക്കുള്ള ഒരു തിയേറ്ററായിട്ട് ഇത് കൊണ്ടുപോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്നതും. രണ്ടിലും 3D ഇല്ല, കൈരളിയിൽ മാത്രം 3D പോസിബിൾ ആവുള്ളൂ. ഹോളിവുഡ് പടങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു പ്രിഫറൻസ് പലരും ഇങ്ങനെ പറയുന്നുണ്ട്, ഹോളിവുഡ് പടങ്ങൾ കൂടുതൽ കളിക്കണമെന്ന്. നമ്മൾ അവൈലബിലിറ്റി നോക്കിയിട്ട് എന്തായാലും നമ്മൾ അത് റിക്വസ്റ്റ് ചെയ്യും. എന്നത്തേക്ക് ഇനി സാധാരണ രീതിക്ക് റൺ ചെയ്യാം? 4-ാം തീയതി മുതലേ നമ്മൾ ജനറൽ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യും. ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് എന്ന് പറയുന്ന സിനിമയായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ധീരൻ എന്ന് പറയുന്ന പടങ്ങളൊക്കെ ജൂലൈ 4-ാം തീയതി മുതൽ അങ്ങനെ തൃശ്ശൂർക്കാർക്ക് തങ്ങളുടെ കൈരളി ശ്രീ തിയേറ്റർ ആ പഴയ പ്രതാപത്തിലൂടെ സിനിമ ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അതിനുള്ള കാത്തിരിപ്പിലാണ്. ജുറാസിക് വേൾഡാണ് ആദ്യമായി ഇവിടെ കളിക്കാൻ പോകുന്ന സിനിമ. എന്തായാലും എല്ലാ ദൃശ്യ ശ്രവ്യ മികവോടുകൂടി തന്നെ സിനിമ ആസ്വാദനം ഇവിടെ ലഭ്യമാകും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.